പ്രത്യേകിച്ച് തരംഗമൊന്നുമില്ലാതെ തന്നെ കേരളത്തിൽ UDF നേടിയ ഒരു വലിയ വിജയം. ആ വലിയ വിജയം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടങ്ങൾ മാറ്റി വരയ്ക്കുന്നതാണ് എന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. കാരണം പരമ്പരാഗതമായ LDF കോട്ടകളിൽ പോലും, LDF കോട്ടകൾ എന്നറിയപ്പെടുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ പോലും UDF വലിയ തോതിലുള്ള രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി, തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കി എന്നാണ് ആ വിലയിരുത്തൽ. അതുകൂടാതെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റ് BJP നേടുകയും ചെയ്തു. ഫോട്ടോ ഫിനിഷിൽ വോട്ടെണ്ണൽ പൂർത്തിയായ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി V. മുരളീധരൻ കാഴ്ചവെച്ച പ്രകടനം അമ്പരപ്പിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ അമ്പരപ്പിക്കുന്ന പ്രകടനം ആറ്റിങ്ങലിൽ മാത്രമല്ല, 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഈ ലോക്സഭാ മണ്ഡലത്തിൽ മാറി എന്നുള്ളതാണ്. മറ്റ് മണ്ഡലങ്ങളിൽ ക്രമാനുഗതമായി നമ്മൾ കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായി കണ്ടുവരുന്നത് പോലെ അവർ ക്രമാനുഗതമായി വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രീയ ഭൂപടങ്ങൾ മാറ്റിവരയ്ക്കപ്പെട്ട ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണോ കഴിഞ്ഞുപോയത്? സ്വാഗതം പ്രത്യേക തെരഞ്ഞെടുപ്പ് ഷോയിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി ഇന്നുള്ളത് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല, CPM വക്താവ് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, BJP വക്താവ് K. സോമൻ, മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടി എന്നിവർ. ആദ്യം അനിൽകുമാറിലേക്ക്. അനിൽകുമാർ, തെക്കൻ കേരളത്തിലേതുൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലേതുൾപ്പെടെ പരമ്പരാഗതമായി CPM വിജയിച്ചു പോരുന്ന മണ്ഡലങ്ങളിൽ പോലും UDF വലിയ നേട്ടമുണ്ടാക്കി. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത്രമാത്രം ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന വിലയിരുത്തലുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പിലെ ആളുകൾ ഒരു കാരണത്താൽ മാത്രമല്ല വോട്ട് ചെയ്യാറുള്ളത്. ഭരണത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഭരണത്തെ എതിർക്കുന്നവരുണ്ടാവും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള 8 കൊല്ലക്കാലത്തെ ഭരണത്തിൻ്റെ ഇടയിൽ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ, ഗവർണർ, കേരളത്തിലെ പ്രതിപക്ഷം, ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇതിൻ്റെ എല്ലാം ഫലമായി, പ്രവർത്തന ഫലമായി ഞങ്ങൾക്കെതിരായി ധാരാളം ആഖ്യാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും ആളുകളെ സ്വാധീനിച്ചിട്ടേ ഇല്ല എന്നൊന്നും പറയുന്നത് സത്യത്തോട് ചേർന്നതായിരിക്കത്തില്ല. വ്യത്യസ്തമായ ചിന്തകൾ ആളുകളിലുണ്ടായിരിക്കും. പക്ഷേ പൊതുപ്രവണത എന്താണ് എന്നാണ് പരിശോധിക്കേണ്ടത്. പൊതുപ്രവണത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ കിട്ടുന്ന തെരഞ്ഞെടുപ്പുകൾ സാധാരണഗതിയിൽ 2004 മാത്രമാണ് ഒരു തവണ ഉണ്ടായത്. മറ്റു 2 തെരഞ്ഞെടുപ്പുകളിലും ഏതാണ്ട് പങ്കിടുന്ന നില വന്നു. അതിനു മുമ്പോ അതിനു ശേഷമോ ആ നിലയില്ല എന്ന് മാത്രമല്ല, 17 സീറ്റിൽ മാത്രം CPM അല്ലെങ്കിൽ പ്രതിപക്ഷം ജയിച്ച 1977 തെരഞ്ഞെടുപ്പ് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ LDFന് സീറ്റുകളിൽ, നിയമസഭാ സീറ്റുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയുക എന്നത് ഒരു പുതിയ പ്രവണതയല്ല. എന്നാൽ ഞങ്ങളുടെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് ലഭ്യമാക്കേണ്ട വോട്ടുകളിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുമല്ലോ, അത് പഠിച്ച് തിരുത്താനാകും. കാരണം തിരുത്താൻ കഴിയുന്നൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. തിരുത്താൻ പറ്റുന്ന പിശകുകളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനാവാത്ത ഏതെങ്കിലും തെറ്റ് ഞങ്ങൾ ചെയ്തോ? ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് കൂട്ടുന്നത് കോൺഗ്രസ് തിരുത്താനാവാത്ത തെറ്റാണ്. പക്ഷെ പിന്നീട് അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സിന് രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വന്നു. CPM അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രവർത്തനത്തിനിടയിൽ, മന്ത്രിമാരുടെ പ്രവർത്തനത്തിനിടയിൽ, മന്ത്രിസഭയുടെ പ്രവർത്തനത്തിനിടയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രവർത്തനമോ വൈയക്തികമായ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടാവാം. ഉണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യാം. ഇതിനൊന്നും ഓപ്പണായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയും ഗോവിന്ദൻ മാസ്റ്ററും എല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത്. നീ അങ്ങോട്ട് ചോദിച്ച ചോദ്യം കേരളത്തിലെ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചോ? കേരളത്തെ രാഷ്ട്രീയത്തെ ചരിത്രപരിധിയിലാണ് കാണേണ്ടത്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന രാഷ്ട്രീയം കേരളത്തിനില്ല. അങ്ങനെ വരുമ്പോൾ ആഗോളതലത്തിലും ദേശീയ തലത്തിലും വരുന്ന മാറ്റങ്ങൾ കേരളത്തിലും പ്രതിഫലിക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മുടെ സമൂഹത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായ ബോധമണ്ഡലത്തിലെ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്ത് തന്നെ ഇസ്ലാം വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു രീതിയാണ്. ആ സാമ്രാജ്യത്വത്തിൻ്റെ രീതി നമ്മുടെ രാജ്യത്ത് എങ്ങനെ പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ, ആ പ്രയോഗിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം BJP ആണ്. അങ്ങനെ BJP വളരെ ബോധപൂർവം മുസ്ലിം വിഭാഗത്തെ കോർണർ ചെയ്തുകൊണ്ട് ഒരു കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ഇസ്ലാമോ ഫോബിയ എന്ന തരത്തിലേക്ക് ഒരു കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം മറ്റ് ജനവിഭാഗങ്ങളിൽ ഉണ്ടാവില്ല എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടോ? മറിച്ച് അതിനെ പ്രതിരോധിക്കുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിനകത്തെ വിവിധങ്ങളായ ഇസ്ലാം മത സംഘടനകൾ അതിനടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന SDP ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും
കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSന് കീഴ്പ്പെട്ട് നിൽക്കുന്നു എന്ന ആഖ്യാനം ഉണ്ടാക്കാൻ തിരിച്ചും പരിശ്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഒരു മുസ്ലിം വിരുദ്ധതയെ അടിസ്ഥാനപ്പെടുത്തിയ RSS ക്രിസ്ത്യൻ ഹിന്ദു ജനവിഭാഗങ്ങളിൽ ഒരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ അതിനാവശ്യമായൊരു വൈകാരിക രൂപീകരണമോ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ആവത് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നല്ല നിലയ്ക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ അടിത്തറ സംരക്ഷിക്കാൻ കഴിഞ്ഞത്. വൈകാരികമായി ചിന്തിക്കുന്നവർ താൽക്കാലികമായി അപ്പുറം മാറിക്കളിക്കും. ഇപ്പോൾ തൃശ്ശൂർ ഒരു മതരാഷ്ട്രീയ പാർട്ടി ജയിച്ചു. തൃശ്ശൂർ മതരാഷ്ട്രീയ പാർട്ടി BJP ആണ് ജയിച്ചത്. ഏറ്റവും ഗുരുതരമായ പിശക് തന്നെയാണ്. മതരാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ടാണ് തൊട്ടപ്പുറത്ത് മലപ്പുറത്ത് ജയിക്കുന്നത്. മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യാതെ ലീഗുണ്ടോ? അപ്പം മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചെയ്യുന്ന പോലെ മറുപ്രതികരണമാണ് ഞങ്ങളുടെ BJP എന്നാണ് അവരുടെ ആഖ്യാനം. അതായത് നാട്ടിലെ ഒരാളെ സ്വാധീനിക്കത്തില്ല BJPയെയും മുസ്ലിം ലീഗിനെയും ഒരേ സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷികളായിട്ടാണ് കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അല്ല, BJP മതരാഷ്ട്രീയ പാർട്ടിയായിട്ടാണോ കാണുന്നത്? BJPയുടെ പ്രചരണം എന്താണ്? അല്ല, BJPയെ ഒരു മതരാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് BJPയുടെ പ്രചരണം എന്താണ്? BJP മത അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയ പാർട്ടിയാണ്. അത് ഹിന്ദുമതത്തെ ഉപജീവിച്ചുകൊണ്ട് ഹിന്ദുമതത്തിൻ്റെ പേരിൽ വ്യാജമായി ഹിന്ദുത്വം എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും ഹിന്ദു മതത്തെയും നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ലേ? ഞാൻ പറയട്ടെ സാർ, ഞാൻ ഇതൂടെ പറയട്ടെ, പൂർണ്ണമാകട്ടെ. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ബൂർഷ്വാ വർഗത്തിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പാക്കാൻ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അല്ലെങ്കിൽ അന്നത്തെ ആദ്യത്തെ ലീഗ്. ഇതൊക്കെ വർഗപരമായി തന്നെ ആ നിലപാടെടുക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അംബാനിയുടെ അദാനിയുടെ കോർപ്പറേറ്റ് മുതലാളിത്ത രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗ് എതിർത്തിട്ടുണ്ടോ? ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് ഈ BJPയുടെ ഭരണകാലത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത നയങ്ങളെ എതിർത്തിട്ടുണ്ടോ? ഇലക്ട്രൽ ബോണ്ടിനെ അവർ എതിർത്തിട്ടുണ്ടോ? BJP എതിർക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, BJP മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രീയം. അതാണ് ആര് എതിർക്കുന്നത്? ലീഗ് എതിർക്കുന്നത്. ലീഗിൻ്റെ താല്പര്യം എന്താണ്? ഞങ്ങൾക്ക് മലപ്പുറത്ത് 2 സീറ്റ് കിട്ടിയാൽ മതി. എന്തായാലും മലപ്പുറത്തെ 2 ലീഗിൻ്റെ സീറ്റല്ലല്ലോ ഉത്തർപ്രദേശിൽ BJPയുടെ കൊമ്പൊടിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് BJPയെ ഭയപ്പെട്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥി പോലുമാക്കാൻ തയ്യാറാകാതിരുന്ന ഒരു ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും ഉണ്ടെന്ന് മറന്നു പോകരുത്. അപ്പോൾ അവർ കേരളത്തിൽ മാത്രം ചില അഭിനയങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ ആളുകളിൽ മനസ്സിലാകുന്നവരാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ജീവിച്ചിരിക്കുന്നവർ. അതുകൊണ്ട് തന്നെ മതവർഗീയതയുടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായ പങ്കിടലിനകത്ത് ചില കാര്യങ്ങളുണ്ടാകും. അതിൻ്റെ വിഷമിറക്കണം. ആ വിഷമിറക്കാൻ ആർക്ക് പറ്റും എന്നുള്ളത് ഇന്ത്യ ഉത്തരം നൽകുന്നുണ്ട്. ആ ഉത്തരം വർഗസമരമാണ്, കർഷക വർഗത്തിൻ്റെ സമരമാണ്. അതാണ് നമ്മൾ UP കണ്ടത്, അതാണ് പഞ്ചാബിൽ കണ്ടത്, അത് ഇന്ത്യ രാജ്യത്ത് ഹരിയാനയിൽ കണ്ടു. അത് ശക്തിപ്പെടുത്തുക എന്നുള്ള ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ബദൽ. അതാണ് ഇടതുപക്ഷം, ഞങ്ങളുടെ വിശ്വാസം അതാണ്. അപ്പോൾ കേരളത്തിൽ ഈ വർഗരാഷ്ട്രീയം അല്ലെങ്കിൽ വർഗസമരം നടക്കാത്തതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇലക്ട്രൽ തിരിച്ചടി ഉണ്ടായത്? കേരളത്തിലെ വർഗസമരത്തിൽ ഇവിടുത്തെ ഹിന്ദു ജനവിഭാഗങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഭൂമിയെല്ലാം ഇവിടുത്തെ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ ആയിരുന്നു. ഞങ്ങൾ ആ ഭൂമി പാവപ്പെട്ടവന് വീതിച്ചു കൊടുത്തു. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഭൂപരിഷ്കരണം ഉണ്ടായി. ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവിത വ്യവസ്ഥയിൽ നിന്നിരുന്ന കാർഷിക വൃത്തി, ആ കാർഷിക വൃത്തിയിൽ നിന്നും ആളുകൾ മാറിക്കഴിഞ്ഞപ്പോൾ ആ കാർഷിക വൃത്തിയുടെ ഭാഗമായി നടന്ന വർഗസമരത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. അവരുടെ ഫോക്കസുകൾ മാറി. ഇത് ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്, ആളുകളുടെ ബോധമണ്ഡലത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതടക്കം അവരെ ആ വർഗസമരത്തിൽ ശരിയായി അണിനിർത്താൻ ഞങ്ങൾ പരാജയപ്പെടുന്നിടത്ത് ഞങ്ങൾക്ക് തിരിച്ചടി വരും. ആ പരാജയം ഞങ്ങൾ ഉൾക്കൊള്ളും. സമൂഹത്തിൽ മാറ്റം വർഗസമരം നടത്തുന്ന കേരളത്തിലില്ല. അങ്ങ് ഈ 10 മിനിറ്റ് കൊണ്ട് അങ്ങ് പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, മുസ്ലിം ലീഗും BJPയും മതരാഷ്ട്രീയം വളർത്തുന്നു. ഒരു വശത്ത് ഇസ്ലാമോഫോബിയ ഉണ്ട്, അതിനെ നിങ്ങൾ ചെറുക്കുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടി കാരണം അങ്ങ് പറഞ്ഞു വരുന്നത് കേരളത്തിൽ വർഗസമരം നടത്തുന്ന അധ്വാനവർഗമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇലക്ട്രൽ തിരിച്ചടി ഉണ്ടായെന്നാണോ? അജീംസ് ഒരു കാര്യത്തിൽ സത്യസന്ധത കാണിക്കണം. ഞാൻ വർഗസമരം നടത്തുന്നതിന് കേരളത്തിൽ അടിസ്ഥാന വർഗ്ഗം ഇല്ല എന്നൊരു വാക്ക് പറഞ്ഞു. ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നങ്ങ് പറയുന്നത് കേരളത്തിൽ ഭൂപരിഷ്കരണം നടന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ഭൂപരിഷ്കരണം നടന്നതുകൊണ്ട് ഭൂമി ലഭിച്ച ആളുകളുടെ വർഗസമരത്തിൽ നിന്നുള്ള ഫോക്കസ് നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വാക്ക് അങ്ങ് ഉദ്ദേശിച്ചത്. ഞാൻ വളച്ചടിച്ചിട്ടൊന്നുമില്ല. കൃത്യമായിട്ട് പറയാം. കേരളത്തിൽ കാർഷിക മേഖലയിലായിരുന്നു ജനസംഖ്യയിൽ നല്ലൊരു പങ്ക് ജോലി ചെയ്തുകൊണ്ടിരുന്നത്.
അവിടെ ഒരു വർഗസമരത്തിൻ്റെ തലം ഉണ്ടായിരുന്നു. ഇന്ന് ആ സമരത്തിൻ്റെ തലമില്ല. ഇന്ന് യന്ത്രവൽക്കരണം വന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് അവരധ്വാനിക്കുന്ന മേഖല വന്നു. അവരുടെ മുന്നിൽ വർഗശത്രു ഉണ്ടോ? ഇവിടെ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന മനുഷ്യൻ്റെ മുന്നിൽ ഏത് വർഗശത്രുവാണ്? മറ്റേത് വർഗശത്രു വീട്ടുവാതൊക്കെ നിൽക്കുകയല്ലേ? ആ പോരാട്ടത്തിൽ അവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയല്ലേ? ഇന്ന് വർഗശത്രുവിനെ കാണാൻ പറ്റുന്നില്ല. കോർപ്പറേറ്റ് മുതലാളിയാണ് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പ്രവർത്തിക്കുമ്പോൾ 30 കൊല്ലം മുമ്പോ 20 കൊല്ലം മുമ്പോ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമല്ല ഇപ്പോൾ വേണ്ടത്. അത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ക്രൈസ്തവ ജനവിഭാഗങ്ങളിൽ ഇസ്ലാം മത വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി എത്ര പരിശ്രമം നടത്തി, ഓരോ സംഭവങ്ങളും ഉപയോഗിച്ചു. തിരിച്ച് മറുഭാഗത്ത് കുന്തിരിക്കം കരുതിക്കുമെന്ന് ആരോടാണ് പറഞ്ഞത്? നിങ്ങൾ കുന്തിരിക്കം കരുതിക്കോ എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലേ? അവലും മല്ലും കരുതിക്കോ, കുന്തിരിക്കം കരുതിക്കോ. ഇത് വിളിച്ചവർക്കൊരു ബാധ്യതയില്ല. ഇത് വിളിച്ചവർക്കൊന്നും ഈ നാട്ടിലൊരു ബാധ്യതയില്ല. പിന്നെ ആർക്കാ ബാധ്യത? ബാധ്യത ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക്. അത് വേണം തോന്നുന്നില്ല. ആരോ എന്തോ മുദ്രാവാക്യം വിളിച്ചത് നിങ്ങളല്ലേ ബാധ്യത പറഞ്ഞത്? വർഗീയവൽക്കരണത്തിന്റെ ബാധ്യത CPM അല്ലേ? ഞങ്ങൾ ബാധ്യതയല്ല. അതിൻ്റെ പേരിലല്ലേ പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് സംഘി വിജയനാന്ന് പറഞ്ഞ് മാർച്ചുമായിട്ട് പോയത്? നടപടിയെടുത്തപ്പോൾ പോയത് എങ്ങനെയാണ്? നിങ്ങൾ മറന്നുപോയോ? ആ നടപടി എടുത്തപ്പോഴത്തേക്കും എങ്ങനെയാണ് നിങ്ങൾ നിലപാട് സ്വീകരിച്ചത്? ശരി. എന്തായിരുന്നു PC ജോർജിൻ്റെ വിഷയം? PC ജോർജിൻ്റെ അറസ്റ്റ് എന്തായിരുന്നു? ഇതൊന്നും ഈ നാട്ടിൽ ഉണ്ടാകാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ട് ഈ വർഗീയവൽക്കരണത്തെ ശക്തിപ്പെടുത്തിയ ആളുകൾക്ക് മാധ്യമങ്ങളെല്ലാം കൂടെ നിറയെ പിന്തുണ കൊടുത്ത് അതിനെ വല്ലാണ്ട് കയറ്റിവെച്ചിരിക്കുകയാണ്. ആ കയറ്റിവെച്ചെടുത്ത് അതിനെ ചെറുക്കാൻ ഞങ്ങൾ നടത്തിയ പരിശ്രമം നല്ല പങ്ക് വിജയിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ അനുഭവമാണ്. അത് ജനങ്ങളോട് ഞങ്ങൾ പറയും. ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചകൾ ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ അനിൽകുമാർ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായി പറഞ്ഞത് അങ്ങേക്ക് കേട്ടിട്ടുണ്ടാവും, അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എൻ്റെ ചോദ്യം അതല്ല, അതിനെ തുടർന്നല്ല എൻ്റെ ചോദ്യം. നോക്കുക, തൃശ്ശൂരിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിൽ നിങ്ങളുടെ വോട്ട് ഒഴുകിയാണ് BJPയിലേക്ക് പോയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. UDFൻ്റെ വോട്ട് വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് പെർസെൻറ്റേജ് വലിയ തോതിൽ സുരേഷ് ഗോപി അവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് തിരുത്തുമായിരിക്കും. സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അത് മാത്രമല്ല, BJP ക്രമേണ ഗ്രാജ്വലി അവരുടെ വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആറ്റിങ്ങലിലെ ഫോട്ടോ ഫിനിഷിങ്ങിൽ നമ്മൾ കണ്ടതാണ്. അവിടെ LDFൻ്റെ വോട്ട് അല്ലെങ്കിൽ CPMൻ്റെ വോട്ട് ബാങ്കിൽ മാത്രമല്ല അവർ കടന്നു കയറുന്നത്, നിങ്ങളുടെ വോട്ട് ബാങ്കിലും കടന്നു കയറുന്നുണ്ട്. ഈ ഒരു പ്രവണത നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ജിംസേ, അത് ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇന്നലെ വന്ന റിസൾട്ടിനെ കുറിച്ചാണ്. ആ റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോഴും നേരം വെളുത്തിട്ടില്ലാത്ത രീതിയിലാണ് ശ്രീ അനിൽകുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ ആക്ഷേപിക്കാനാണ് ആ സമയവും അവർ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പുറകെ 6 മാസം മുമ്പ് വരെ വേണമെങ്കിൽ LDFലേക്ക് വന്നോളൂ, വരണമെന്ന് പറഞ്ഞ്, വേണമെങ്കിലെന്നല്ല വന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയും അവസാനം നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടതും അവരുടെ ആ ലക്ഷ്യം മാറ്റിവെച്ചതൊക്കെ നമ്മൾ കണ്ടു. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് മറുപടി ആയിട്ട് വരാം. അപ്പോൾ ഇവിടെ അദ്ദേഹം ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നോ അല്ലെങ്കിൽ എന്താണ് തിരുത്താനാവാത്ത തെറ്റ് അപ്പോഴും പറയുന്നത് എന്താണ്? അയോധ്യയിൽ കോൺഗ്രസിന് പറ്റിയ ഫോൺ മൈക്കിനടുത്ത് മാറ്റി വെക്കുക, ചെറിയൊരു ശബ്ദം വരുന്നു. ശബരിമല വിധി ഫോണിന്റെ ആകാൻ വഴിയില്ല. ഓക്കെ, ശരിയായിക്കോളും, അങ്ങ് സംസാരിച്ചോളൂ. എൻ്റെ അല്ല. അപ്പോൾ ശരി, ജ്യോതികുമാറിൻ്റെ ആണോ? അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ മുസ്ലിം ഇപ്പോഴും അദ്ദേഹം പറയും തിരുത്താനാകാത്ത തെറ്റിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഞാനും ചോദിക്കുന്നത്, ശബരിമലയിലെ വിധി വന്നതിന് ശേഷം ആ വിധി ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. ആ വിധി അതുപോലെ നിൽക്കല്ലേ? അന്ന് നിങ്ങൾ നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ ശബരിമലയിലെ വിശ്വാസികളെ അപമാനിക്കത്തക്ക രീതിയിൽ അവിടെ സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയത് ഉൾപ്പെടെയുള്ള തിരുത്താനാവുന്ന തെറ്റാണോ? അപ്പോഴും അന്ന് കയറുന്ന എങ്ങോട്ടാണ് നോക്കൂ, കോൺഗ്രസിൻ്റെ മേളിലോട്ടാണ്. നിങ്ങൾക്ക് നേരം വെളുത്തില്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ലേ? ഞാൻ താങ്കൾ തൃശ്ശൂരിനെ കുറിച്ച് ചോദിച്ചു, വളരെ കൃത്യമായി പറയാം. അപ്പോൾ CPMനെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവർ മൗനം പാലിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഭരണവിരുദ്ധ വികാരങ്ങളുണ്ട്, പക്ഷേ അതെല്ലാം ഞങ്ങൾ ഈ കഴിഞ്ഞ ക്യാമ്പയിനിലൂടെ ഞങ്ങളെല്ലാം ഓവർകം ചെയ്തു എന്നാണ്.
ഈ സംസ്ഥാനത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അവർക്ക് പറയാനില്ല. ഈ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതിനെക്കുറിച്ച് അവർക്ക് പറയാനില്ല. ഈ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യം റദ്ദാക്കിയതിനെക്കുറിച്ച് അവർക്ക് പറയാനില്ല. ഈ സംസ്ഥാനത്തുണ്ടായ വിലക്കയറ്റത്തെക്കുറിച്ച് അവർക്ക് പറയാനില്ല. ഈ സംസ്ഥാനത്ത് സപ്ലൈകോയിലുള്ള സാധനങ്ങൾ, സബ്സിഡി സാധനങ്ങൾ കൊടുക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് അവർക്ക് പറയാനില്ല. വീട് നിർമ്മാണത്തിൽ ഉൾപ്പെടെ പെർമിറ്റ് ഫീറ്റ് കൂടിയതിനെക്കുറിച്ച് പറയാനില്ല. നവകേരള സദസ്സും ബസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ച് പറയാനില്ല. ആരോപണങ്ങളോട് മുഖം തിരിച്ചിരിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് പറയാനില്ല. ന്യൂനപക്ഷങ്ങളെ രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ വേണ്ടി വർഗീയമായി ചെരിതിരിവുണ്ടാക്കിയതിനെക്കുറിച്ച് അവർക്ക് പറയാനില്ല. കരുവന്നൂർ കേസിനെക്കുറിച്ച് അവർക്ക് പറയാനില്ല. മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾക്കുമെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് അവർക്ക് പറയാനില്ല. എന്ത് പറഞ്ഞാലും അവർ കേന്ദ്രത്തിന് മേളെ മാത്രം ചുറ്റിവെച്ചുകൊണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിന് ജനങ്ങൾ നൽകിയ തിരിച്ചടിയെക്കുറിച്ച് അവർക്ക് എപ്പോഴും ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് 18 സീറ്റുണ്ട്. ഒരു സീറ്റ് BJP നടിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യകരമാണ്. നമുക്ക് അതിലേക്ക് വരാം. നോക്കൂ, ആ റിസൾട്ടിൻ്റെ ബേസിസിൽ നോക്കിയാൽ ഞങ്ങൾ 111 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട്. 111 അസംബ്ലി മണ്ഡലങ്ങൾ. ഞങ്ങൾ 41 അസംബ്ലി മണ്ഡലത്തിൽ 2021 ലീഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളത് അസസ് ചെയ്യുമ്പോൾ 111 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ലീഡ് ചെയ്യുന്നത്. BJP 11 സ്ഥലങ്ങളിൽ LDF-ന്റെ, അതായത് BJP ഒന്നാം സ്ഥാനത്ത് വന്ന 11 സ്ഥലങ്ങളിലെയും MLA-മാർ LDF-കാരാണ്. UDF 111 സ്ഥലത്ത് അസംബ്ലി സെഗ്മെന്റിൽ ഫ്രണ്ടിൽ വന്നപ്പോൾ അതിൽ 70 എണ്ണവും LDF-ന്റെ ഭാഗത്ത് നിന്ന് LDF MLA-മാരുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ബാക്കി 41 ആളാണ് ഞങ്ങളുടെ ഉള്ളത്. ഇത്രയും വസ്തുതാപരമായി പോകുമ്പോൾ നോക്കൂ, ഈ സംസ്ഥാനത്ത് ജ്യോതികുമാർ, ശബ്ദം ചെറിയ പ്രശ്നമുണ്ട്, അത് ശരിയാക്കാം. ഞാൻ വളരെ പെട്ടെന്ന് മടങ്ങി അതിലേക്ക് തിരികെ. ജ്യോതികുമാർ, അങ്ങ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ ഈ 11 BJP ലീഡ് ചെയ്ത 11 മണ്ഡലങ്ങളിലും LDF MLA-മാരാണെന്ന് പറയുന്നു. പക്ഷേ BJP പിടിക്കുന്ന വോട്ട് LDF-ന്റെ മാത്രമല്ലല്ലോ, അതാണല്ലോ പ്രശ്നം. നോക്കൂ, നമുക്ക് വളരെ കൃത്യമായി സംസാരിച്ച് പോകാം. ഈ ആറ്റിങ്ങലിലായാലും തൃശ്ശൂരിലായാലും അവിടെയൊക്കെ നടന്നുള്ള, തിരുവനന്തപുരത്തായാലും അവിടെയൊക്കെ നടന്നുള്ള, തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ പാർലമെൻറ്റിലേക്ക് അത്തരത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ വരാറുണ്ട്. തിരിച്ച് അസംബ്ലി വരുമ്പോൾ അത് മാറാറുമുണ്ട്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് തന്നെ താങ്കൾ ചോദിച്ചാൽ ഞാൻ ഒറ്റ ചോദ്യം ഞാൻ താങ്കളോട് മറിച്ച് ചോദിക്കുന്നു. രാജാജി മാത്യു മത്സരിച്ച ആ സമയത്ത് കിട്ടിയ വോട്ട് ഷെയർ കിട്ടിയാൽ മതിയോ LDF-നെ സംബന്ധിച്ച് ശ്രീ സുനിൽകുമാറിനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ? ഒരിക്കലുമല്ല. അവിടെ CPIക്ക് LDF-ന് നല്ല സ്വാധീനമുള്ള CPIയുടെ സംസ്ഥാനത്തെ തലമുതിർന്ന ഏറ്റവും നല്ല ക്ലീൻ ഇമേജുള്ള ഒരു നല്ല മന്ത്രിയായിരുന്ന ശ്രീ സുനിൽകുമാറിനെ സംബന്ധിച്ച്, ആ തൃശ്ശൂരിലെ MLA ആയിരുന്ന സുനിൽകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം മത്സരിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന് സ്വാഭാവികമായും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. ശരിയാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കമ്പയർ ചെയ്താൽ ഞങ്ങൾക്ക് 9% വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വസ്തുതയാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യും. പക്ഷേ നോക്കൂ, അവിടുത്തെ കണക്ക് നോക്കൂ. അവിടെ ഈ തൃശ്ശൂരിൽ മാത്രം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മണലൂരിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് മാറി, LDF 2-ാം സ്ഥാനത്തേക്കായി. ഒല്ലൂരിൽ LDF 2-ാം സ്ഥാനത്തേക്ക്, ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പോയി. തൃശ്ശൂർ നോക്കൂ, തൃശ്ശൂരിലെ സംബന്ധിച്ച് ശ്രീ സുനിൽകുമാർ MLA ആയിരുന്ന സ്ഥലം, അദ്ദേഹം മന്ത്രിയായി പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലത്ത് ഇപ്പോൾ LDF 3-ാം സ്ഥാനത്താണ്. ഇരിങ്ങാലക്കുടയിൽ ഇപ്പോൾ മന്ത്രി R ബിന്ദുവിൻ്റെ നിയോജക മണ്ഡലം, അവിടെ LDF 3-ാം സ്ഥാനത്താണ്. അങ്ങനെ പറയുമ്പോൾ അവിടെ കൃത്യമായി പറഞ്ഞാൽ ഇങ്ങനെ കൃത്യമായി പോകുമ്പോൾ ഈ സുനിൽകുമാറിൻ്റെ അന്തിക്കാട്, ചാളൂർ, താനിയം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വളരെ 1-ാം സ്ഥാനത്തേക്ക് BJP കടന്നു വന്നിരിക്കുന്നു. അവിടെ LDF മാത്രം സ്വാധീനമുള്ള മേഖലയാണ്. അതുപോലെ തന്നെ നോക്കൂ, ഒല്ലൂരിൽ രാജൻ, ഇപ്പോഴത്തെ മന്ത്രി, അദ്ദേഹത്തിൻ്റെ അവിടെ എന്തുമാത്രം BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന്. അതുപോലെ നാട്ടികയിൽ ഉൾപ്പെടെ BJPക്ക് 1-ാം സ്ഥാനത്തേക്ക്. പുതുക്കാട്, നെന്മണി പഞ്ചായത്ത്, വല്ലച്ചിറ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങൾ, അവിടെയൊന്നും ഒരിക്കൽ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വന്നിട്ടേ ഇല്ല. ആ പ്രദേശങ്ങളിലൊക്കെ വളരെ കൃത്യമായി കടന്നു കയറിയിരിക്കുന്നു BJP എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ UDF-നേക്കാൾ കൂടുതൽ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് BJP കടന്നു കയറിയിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമാകുന്നു. അത് BJP കയറിക്കൂടുള്ള സ്ഥലങ്ങൾ നോക്കൂ. ആറ്റിങ്ങലിലെ ഞങ്ങൾ എത്രയോ കാലമായി ആറ്റിങ്ങലിൽ നമ്മുടെ ഡീലിമിറ്റേഷന് ശേഷം ആ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ഇന്നുവരെ ജയിച്ചിട്ടില്ല. ആ ആറ്റിങ്ങലിൽ BJP 1-ാം സ്ഥാനത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ കാട്ടാക്കടയിൽ BJP 1-ാം സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണാതിരിക്കാൻ കഴിയുമോ? ഇതൊക്കെ പുതുതായിട്ടുള്ള കടന്നുകയറ്റമാണ്. അപ്പോൾ അവിടെയൊക്കെ കാട്ടാക്കടയിൽ ആരാണ് MLA? കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം IB സതീഷാണ്. അപ്പോൾ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കൂടി BJP കടന്നു കയറുന്നു. ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് കടന്നു കയറിയിട്ടുള്ളത്.
സ്വാഭാവികമായും ഞങ്ങൾക്ക് വോട്ട് ഷെയർ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നോക്കൂ, പിന്നെ അവിടെ ഞാൻ തൃശ്ശൂരിലെ വിജയത്തെ സംബന്ധിച്ച് അവിടെ ശ്രീ സുരേഷ് ഗോപി ജയിച്ചത് BJP മാത്രം ശക്തി കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. BJP സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമുള്ള ആളുമല്ല, അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന് താല്പര്യമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപി വിജയിച്ചു എന്ന് BJP ജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സുരേഷ് ഗോപി വിജയിച്ചു എന്ന് പറയുന്നതാവും നല്ലത്. ഒരുപക്ഷെ നേമത്ത് ശ്രീ O രാജഗോപാൽ ഒരിക്കൽ ജയിച്ചതുപോലെ, അല്ലെങ്കിൽ പണ്ട് ശ്രീ PC തോമസ് ജയിച്ചതുപോലെ അവിടെ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുന്നതാവും ശരി. പക്ഷേ സംസ്ഥാനത്തുടനീളം 11 മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തേക്കും 8 മണ്ഡലങ്ങളിൽ BJP രണ്ടാം സ്ഥാനത്തേക്കും വന്നിട്ടുണ്ട്. ഈ 8 മണ്ഡലങ്ങളിലും BJP രണ്ടാം സ്ഥാനത്ത് വന്നുള്ള 8 മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തുള്ളത് UDF ആണ്. താങ്കൾ മറക്കരുത്. ഞാൻ ഉദാഹരണമായി പറയാം. ഈ കോവളം UDFൻ്റെ MLA ആണ്. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് UDFനാണ് ഒന്നാം സ്ഥാനം. പിന്നെ കോവളത്ത് UDFനാണ് ഒന്നാം സ്ഥാനം. നെയ്യാറ്റിൻകരയിൽ UDFനാണ് ഒന്നാം സ്ഥാനം. കായംകുളത്ത് UDFനാണ് ഒന്നാം സ്ഥാനം. ഹരിപ്പാട് UDFനാണ് ഒന്നാം സ്ഥാനം. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് UDFനാണ് ഒന്നാം സ്ഥാനം. മഞ്ചേശ്വരം, കാസർഗോഡ് ഇവിടെയൊക്കെ UDF ഒന്നാം സ്ഥാനത്തും BJP രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തേക്ക് LDF കടന്നു പോയിരിക്കുന്നു. അപ്പോൾ BJP രണ്ടാം സ്ഥാനത്തേക്ക് വന്ന 8 അസംബ്ലി സെഗ്മെന്റിലും ഒന്നാം സ്ഥാനം UDF നിലനിർത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അജിംസ് ഓർത്തിരിക്കണം. ശരി, ഞാൻ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ എവിടെയാണ് ചോർച്ച ഉണ്ടായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് പറയട്ടെ. ശരി. ശ്രീ സോമൻ, ഈ പറയുന്ന ആറ്റിങ്ങലിലും ആലപ്പുഴയിലും തൃശ്ശൂരും വലിയ തോതിലുള്ളൊരു മുന്നേറ്റം BJP ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 3 മണ്ഡലങ്ങളുടെ കണക്ക് വെച്ച് അതിൻ്റെ ഒരു വെയിറ്റേജ് വെച്ച് നോക്കിയാൽ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി നിങ്ങൾക്കൊരു 20% ത്രഷോൾഡ് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 20% ത്രഷോൾഡ് എന്ന് പറയുന്നത് 2014 ശേഷം നിങ്ങൾ ഗ്രാജുവലി ഉയർത്തിക്കൊണ്ടിരുന്ന വോട്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അങ്ങനെ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ 3 മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അതിന് കാര്യമായ മുന്നേറ്റം ഒരിടത്തും കാണുന്നില്ല. അത് നിങ്ങൾ ഇങ്ങനെ പ്രിസൈസ് ആയിട്ടുള്ള ഈ മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണോ, അതല്ല മറ്റുള്ളിടത്തൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിയാണോ? അജിംസ, ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പേ ബഹുമാനായ ശ്രീ ചാമക്കാലയുടെ ഒരു പരാമർശത്തെ സംബന്ധിച്ച് ഒന്ന് പറയാതെ പോകുന്നത് ശരിയല്ല. ഒന്ന്, തൃശ്ശൂരിൽ BJP ജയിച്ചത് നിർഭാഗ്യകരമായി എന്ന് അദ്ദേഹം പറയുകയാണ്. ജനാധിപത്യത്തെ പരിഹസിക്കുകയാണ് ശ്രീ ചാമക്കാല എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒന്ന്, സുരേഷ് ഗോപിയുടെ ജയം BJPയുടെ ജയമല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതെന്തൊരു സമീപനമാണ്? ജനാധിപത്യത്തിന്റെ വല്ലാണ്ട് മഹത്തരമായിട്ടുള്ള വായ്ത്താരികൾ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ജനവിധിയെ ഇങ്ങനെ പരിഹസിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, അജിംസിന്റെ ചോദ്യം ഈ 3 മണ്ഡലങ്ങളിൽ മാത്രമല്ല, ആലത്തൂരിലെ മുന്നേറ്റം എന്താണ് കാണാതെ പോകുന്നത്? ആലത്തൂരിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള മുന്നേറ്റം 1 ലക്ഷത്തിലധികം വോട്ടിന്റേതാണ്. അജിംസിന്റെ ചോദ്യത്തിൽ കേരളത്തിന്റെ ഘടന മാറുന്നു എന്നാണ്. കേരളത്തിന്റെ ഘടന മാറുകയാണ്. ഈ 2 മുന്നണികളും എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് കേരളമാണെന്നാണ്. ഇത് കേരളമാണ്, ഇത് BJPക്ക് ഒരിക്കലും വളരാൻ സ്വീകാര്യത ലഭിക്കുന്ന ഒരു ഭൂമികയല്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഇടത്താണ് ഞങ്ങൾ ഓരോ സീറ്റിൽ ജയിക്കുകയും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും ആലത്തൂരിലും അടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രസക്തമായി കേരളത്തിന്റെ ഘടന മാറുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ മാറ്റത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് വോട്ടർമാർ തിരിച്ചറിഞ്ഞ് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന. ഒന്ന്. മറ്റൊന്ന്, ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കോട്ടകൊത്തളങ്ങളിൽ കടന്നു കയറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വോട്ടിംഗ് നില പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബഹുമാനായ ശ്രീ ചാമക്കാല ഇപ്പോ ഒന്നാമത് വന്ന മണ്ഡലങ്ങളെയും രണ്ടാമത് വന്ന മണ്ഡലങ്ങളെയും സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആലപ്പുഴയിൽ നിന്നായതുകൊണ്ട് ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവ് ഹരിപ്പാട് പരിശോധിക്കപ്പെടേണ്ട കണക്കാണ്. ഞങ്ങൾ 2ാമതാണ് ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ. ചെറിയ വ്യത്യാസമേ ഐക്യജനാധിപത്യ മുന്നണിയുമായിട്ടുള്ളൂ. കരുനാഗപ്പള്ളിയിൽ ഞങ്ങൾ 2ാമതാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA മഹേഷുമായിട്ട് ചെറിയ വ്യത്യാസമേ ഞങ്ങൾക്കുള്ളൂ. ബഹുമാനായ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിന്റെ ബൂത്തിലെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ ലീഡ് ചെയ്തിരിക്കുന്നത് BJP ആണ്, ശോഭാ സുരേന്ദ്രനാണ്. അനിൽകുമാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആലപ്പുഴയില് CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ
വലിയ തരംഗമായി BJP മാറും, ശോഭാ സുരേന്ദ്രന്റെ സ്വാധീനമുണ്ടാകും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പരിഹാസ്യപൂർവ്വമായിട്ടുള്ള മറുപടി പറഞ്ഞു. അനിൽകുമാറിനോട് ഞാൻ ഏറെ വിനയത്തോടെ പറയുന്നു, പി കൃഷ്ണപിള്ള സ്മാരകം ഇരിക്കുന്ന സ്ഥലത്ത് ലീഡ് ചെയ്ത പാർട്ടി BJP ആണ്, മോദിയുടെ പാർട്ടിയാണ്. അതുകൊണ്ട് ഇത് മാറുകയാണ് ജിംസെ. കേരളത്തിന്റെ ഘടനയും രാഷ്ട്രീയ ഭൂമികയും മാറുകയാണ്. ഇത് മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ BJP 2019 അപേക്ഷിച്ച് കൈവരിച്ചിട്ടുള്ളതെന്ന് കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. BJPക്കാണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്. വോട്ടിന്റെ കാര്യത്തിൽ 6,80,676 വോട്ട് 2019 നിന്ന് അധികം സമാഹരിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 19-20% അടുത്തേക്ക് ഈ വോട്ട് എത്തുന്നു എന്നുള്ളത് കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന്റെ മാറ്റത്തിന്റെ സൂചനയാണ്. ഇത് കേരളമാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മുന്നേറ്റം. എല്ലാ കള്ളപ്രചാര വേലയെയും ഇവിടുത്തെ CAA പ്രശ്നവുമായി ബന്ധപ്പെട്ട് BJPയുടെ വോട്ട് ഷെയർ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണുന്ന 16 ആണ് സോമൻ. 19% 20% കാണുന്നില്ല. ഞാൻ BDJS കൂട്ടാതെയാണ് പറയുന്നത്. BDJS അധിക സീറ്റുകളിൽ മത്സരിച്ചിട്ടില്ല. ചാലക്കുടി കോട്ടയമാണ്. തീർച്ചയായിട്ടും 38,37,000 വോട്ടുകൾ ഈ തവണ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആ ശതമാനത്തിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നില്ല. BDJSന്റെ കണക്കുകളും കൂടി ചേർത്തുകൊണ്ടായിരിക്കണം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ മുന്നേറ്റം കേരളത്തിൽ BJPക്ക് 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നതാണ്. ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോട്ടകൊത്തളങ്ങളിൽ കടന്നു കയറുക മാത്രമല്ല, ഇടതുപക്ഷ സ്വഭാവമുള്ളതും കാലങ്ങളായി ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിലിരിക്കുന്നതുമായ പഞ്ചായത്തുകളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റവും മേൽക്കൈയും. ഉദാഹരണത്തിന് കായംകുളം MLA CPMന്റെ MLA ആണ്. ആ മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള പത്തിയൂർ പഞ്ചായത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം. ആ നാട് മാറുന്നു. ഈ നാടിൽ മാറ്റം അനിവാര്യമാണ്. ഈ രണ്ട് മുന്നണികളിൽ നിന്നും ഈ നാടിനൊരു മോചനം ആവശ്യമാണ് എന്ന ചിന്ത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കുറെ കൂടി ഡയറക്റ്റ് ആയി പറഞ്ഞാൽ, അതായത് പ്രത്യക്ഷത്തിൽ കണക്ക് പരിശോധിക്കുമ്പോൾ BJPയുടെ വോട്ട് ശതമാനം 16 ആണ്. BDJSന്റെ 2 മണ്ഡലങ്ങൾ കൂടിയാൽ അതൊരു 17% എത്തുള്ളൂ. അവിടെയാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. BJP വളരെ പ്രിസൈസായിട്ട് ചില മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് പ്രവർത്തിച്ച് അവിടെ ജയിക്കാൻ ശ്രമിക്കുന്നു. ഗ്രാജ്വലി കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് അവരുടെ വോട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളുടെ സവിശേഷത, അവിടെയുള്ള സാമുദായിക സമവാക്യം, ഏത് സമുദായങ്ങളെയാണ് BJP ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ഏതൊക്കെ മുന്നണികളെ ഭയപ്പെടുത്തണം? അല്ല, അതിൽ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് BJPയുടെ ഈ എന്താ പറയുക ക്രമാനുഗതമായിട്ടുള്ള വളർച്ച. ഇപ്പം പെർസെൻറ്റേജ് വൈസ് ഞാൻ രാവിലെ പത്രങ്ങളിൽ കണ്ടത് 19% എന്നാണ്. BDJS അടക്കമുള്ള സഖ്യകക്ഷികളുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആയിരിക്കണം അത്. അതല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ റേറ്റ് എത്ര 16%. എനിക്കതിന് കൃത്യമായിട്ട് അതിൻ്റെ ആ ഡിഫറൻസ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നൊരു കാര്യം, കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ മലപ്പുറം മണ്ഡലവും ഇടുക്കി മണ്ഡലവും ഒഴിച്ച് മറ്റെല്ലാ മണ്ഡലങ്ങളിലും 18 മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് 1,00,000 മുകളിലാണ്. ഇപ്പോൾ കോഴിക്കോട് മണ്ഡലത്തിൽ, കോഴിക്കോട് എനിക്ക് നല്ല പരിചയമുള്ള മണ്ഡലമാണ്, 1,80,000 വോട്ടാണ് MT രമേശ് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളിലും, പിന്നെ ഇപ്പോൾ വയനാട് ഫോർ എക്സാമ്പിൾ, വയനാട്ടിൽ കഴിഞ്ഞ തവണ BDJSന്റെ സ്ഥാനാർത്ഥി നിൽക്കുന്ന സമയത്ത് 70,000 താഴെ വോട്ടാണ് കിട്ടിയത്. ഇപ്പോൾ അത് ഇരട്ടിയിലേറെ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പെർസെൻറ്റേജിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഒരു കാര്യം വളരെ വളരെ വ്യക്തമാണ്, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ BJPയുടെ വോട്ട് ഷെയർ സബ്സ്റ്റാൻഷ്യലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കുറച്ച് കുറയാറുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോഴും ഈ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രവണത, ഒരു സന്നദ്ധത കേരളത്തിൽ വ്യാപകമായിട്ട് വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു? ആ ഒരു വിഷയമാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ BJPയുടെ രാഷ്ട്രീയത്തോട്, BJPയുടെ വർഗീയതയോടും BJPയുടെ എന്താ പറയുക അവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തോടും കേരളത്തിലെ ജനങ്ങൾ നേരത്തെ പുലർത്തി വന്നിരുന്ന ഒരു വൈമുഖ്യം അത് മാറുകയാണ്. അതെന്തുകൊണ്ട് മാറുന്നു? അത് കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട്, അധികാര രാഷ്ട്രീയത്തോട്
പൊതുവിൽ ജനങ്ങൾക്കിടയിലുള്ള മടുപ്പാണ്. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് കേരളം ഭരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായ CPM സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അവരുടെ ഒരു വോട്ട് ഷെയറിൽ നിന്ന് അവരുടെ വോട്ട് ഷെയറുടെ ഡ്രോപ്പ് നോക്കിയാൽ BJPയിലേക്ക് വലിയ തോതിൽ അത് ഫ്ലോ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. ഓരോ ബൂത്തായിട്ട് എടുത്ത് നോക്കിയാൽ കൂടുതൽ ക്ലിയർ ആവും. പക്ഷേ വളരെ കൃത്യമായിട്ട് BJPയിലേക്ക് വന്നിരിക്കുന്ന വോട്ടുകളിലെ ഒരു വലിയ പങ്കും തൃശ്ശൂർ ഒഴിച്ചുള്ള മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും യഥാർത്ഥത്തിൽ വന്നിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളാണ് എന്നാണ് സംശയിക്കേണ്ടത്. അത് ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട്. ഇടതുപക്ഷം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതിയിൽ പ്രധാനമായിട്ട് 2 പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഒന്ന്, തിയറട്ടിക്കൽ ലെവലിൽ, അക്കാദമിക് ലെവലിൽ അവർ ശക്തമായി പ്രതിരോധമുയർത്തുന്നുണ്ട്. അതേസമയത്ത് രാഷ്ട്രീയ രംഗത്ത് അവർ പ്രതിരോധത്തില്ല. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് BJPക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട പാർട്ടികളിലൊന്ന് കേരളത്തിലെ പാർട്ടിയാണ്, കേരളത്തിലെ സർക്കാരാണ്. പക്ഷെ ആരാണ് യഥാർത്ഥത്തിൽ പ്രതികരിക്കുന്നത്? മമതാ ബാനർജി പ്രതികരിക്കുന്നുണ്ട്, സ്റ്റാലിൻ പ്രതികരിക്കുന്നുണ്ട്, അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള സമയത്ത് അവരൊക്കെ ഫൈറ്റ് ചെയ്യുന്ന രംഗത്ത് നമ്മളെ രംഗത്ത് നിന്നേ മാറി വല്ല ഇന്തോനേഷ്യയിലോ കനഡയിലോ ഒക്കെ പോയി കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായിട്ട് ജനങ്ങൾക്കിടയിൽ അവരെ പറ്റി അവമതിപ്പുണ്ടാക്കും. ആ അവമതിപ്പിന്റെ യഥാർത്ഥത്തിലുള്ള റിസൾട്ട് അടുത്ത 2026 അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയ കാര്യം, BJP വർഗീയ രാഷ്ട്രീയം ഉയർത്തുന്നു. അതിനിടയിൽ മുസ്ലിം വർഗീയ പാർട്ടികൾ CPMനെ RSS ദാസൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ 2 വർഗീയതയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വർഗീയതയ്ക്കെതിരെ നിലനിൽക്കുന്ന CPMന് ഇലക്ട്രൽ തിരിച്ചടി ഉണ്ടാകുന്നു, അങ്ങനെയും പറയുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള മുസ്ലിം പാർട്ടികൾ ആരാണ് യഥാർത്ഥത്തിൽ CPM? ഇപ്പോൾ കേരളത്തിൽ സമസ്ത എടുക്കുക. സമസ്തയിലെ ഒരു വലിയ വിഭാഗം ആളുകൾ CPMുമായിട്ട് യോജിക്കണമെന്ന് അഭിപ്രായം പറയുന്നത്. മുസ്ലിം ലീഗിലെ ഏറ്റവും വലിയ വിമർശനം കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഈ CPMുമായിട്ട് ഒരു യോജിപ്പിന് വേണ്ടി ശ്രമിക്കുന്നു. ഒരു തരത്തിലെ പ്രക്ഷോഭ രംഗത്ത് അവർ ഇറങ്ങുന്നില്ല. അത് ശരിയാണ്. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് മുസ്ലിം ലീഗ് സമരരംഗത്തെ ഇല്ല. മുഴുവൻ സമരവും കോൺഗ്രസ്സുകാരെ ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന്, മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിമർശനം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരായിട്ട് ശക്തമായ പൊസിഷൻ എടുക്കാൻ മടിക്കുന്നത് എന്ന് പറയുന്ന അർത്ഥമല്ല. യഥാർത്ഥത്തിൽ മടിക്കുന്നത് കേരള സർക്കാരിൻ്റെ താല്പര്യത്തിരിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള കോംപ്രമൈസുകളുണ്ട്. ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായിട്ട് കോംപ്രമൈസ്ഡ് ആയിട്ട് പൊസിഷൻ അവർ താല്പര്യമുണ്ട്. അത്തരത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് മാത്രമാണ് ജനങ്ങൾ മനസ്സിലാക്കുക. അതിഥികളിലേക്ക് തിരികെ ശ്രീ അനിൽകുമാർ, നമുക്കിനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഒരു 3 മിനിറ്റിനുള്ളിൽ അദ്ദേഹം അങ്ങ് മറുപടി ഒതുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അനിൽകുമാർ, ഇത് വളരെ സീരിയസ് ആണ്, റിയലാണ്. ആ റിയാലിറ്റി നമുക്ക് ഈ കണക്കിൽ നിന്ന് കാണേണ്ടതാണ്. അത് കടന്നു കയറുന്നത്, BJPയുടെ കടന്നുകയറ്റം നിങ്ങൾക്ക് കൂടി ഭീഷണിയാണ് എന്ന് തിരിച്ചറിയണ്ടേ? നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, BJPയുടെ കടന്നുകയറ്റം ഇന്ത്യക്ക് ഭീഷണിയായതുകൊണ്ട് ഇന്ത്യ രാജ്യത്തൊരു പ്രതിരോധം ഉണ്ടായി. ആ പ്രതിരോധത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തു, കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തു. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ BJPയെ തളച്ചല്ലോ. അതോടുകൂടി കേരളത്തിലെ മനുഷ്യർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്, BJP ഇനി വളരുകയല്ല. ഇന്ത്യ രാജ്യത്ത് മോദിയുടെ പ്രഭാവം മങ്ങുകയാണ്. അതുകൊണ്ട് അയോധ്യയിൽ BJP തോൽപ്പിച്ച ഒരു പരിസരത്ത് നിന്നുകൊണ്ട് സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുടെ ആളാണെന്ന് പറഞ്ഞ് അവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കാൻ പോകുന്നില്ല എന്ന് നല്ല ബോധ്യം നമ്മുടെ നാട്ടിലുണ്ടാകണം. അതുപോലെ തൃശ്ശൂരിൽ മാത്രം എന്തോ പ്രത്യേക ഒരു പ്രതിഭാസം, ബാക്കിയുള്ളിടത്തെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് പോയി. അതാണല്ലോ ഇപ്പോൾ കൂടെ ഒരാൾ പറയുന്നത് കേട്ടത്. ഇത്തരം ബാധിക്കുന്നവരോടൊക്കെ എന്താ പറയേണ്ടത്? ഞങ്ങൾ ഗവർണർക്കെതിരായി പോരാടിയത് BJPക്കെതിരായ പോരാട്ടമല്ലേ? ഡൽഹി പോയി മുഖ്യമന്ത്രി സമരം നടത്തിയത് നരേന്ദ്രമോദിക്കെതിരായ പോരാട്ടമല്ലേ? സുപ്രീം കോടതി കേസ് കൊടുത്തത് BJPക്കെതിരായ പോരാട്ടമല്ലേ? പിന്നെ മുഖ്യമന്ത്രിമാരായിരുന്ന കരുണാകരൻ്റെയും ആൻ്റണിയുടെയും മക്കൾ പോയി BJP ചേർന്നിട്ട് BJPക്ക് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ്സുകാർക്ക് ഒരു കുറ്റവുമില്ല. അവരെല്ലാം പരമശുദ്ധന്മാർ, പരമ പവിത്രമായിട്ടുള്ള ആളുകൾ. കരുണാകരൻ്റെ മകൾ പോയത് കുഴപ്പമില്ല, ആൻ്റണിയുടെ മകൻ പോയത് കുഴപ്പമില്ല, അവരങ്ങോട്ട് തള്ളിവിട്ടവർക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ കുറ്റം മുഴുവൻ ആർക്കാണ്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ കുറ്റമുള്ളൂ. നന്നാകേണ്ട ഏക പാർട്ടി ആരാണ്? മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ജനങ്ങളെ കേൾക്കുന്നവരല്ലേ. ഞങ്ങളിവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, 2 വർഗീയതയ്ക്കും അല്ലെ 3 വർഗീയതയ്ക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്രിസംഖികൾ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗങ്ങളുണ്ട്. അവർക്കിടയിൽ നടത്തിയ പ്രവർത്തനം എന്താ? ഭരണം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനം എന്താ? അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ലേ? അതിൻ്റെ ഭാഗമായിട്ട് BJPക്ക് വോട്ട് കൂടിയിട്ടില്ലേ? പത്തനംതിട്ടയിൽ വന്നിട്ട് ഡൽഹിയിൽ നിന്നൊരു ലെഫ്റ്റനന്റ് ഗവർണർ വന്നിട്ട് ഇവിടുത്തെ ചില പ്രവർത്തനങ്ങൾ നടത്തി മറന്നു പോയിട്ടുണ്ടോ? ആ വോട്ട് കൂടിയത് CPMൻ്റെ അക്കൗണ്ട് പെടുത്തിയിരിക്കുകയാണോ? അതുകൊണ്ട് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരിടത്തും ഒരു പ്രത്യേക അക്കൗണ്ടില്ല. ഞങ്ങളുടെ വോട്ട് പോയതിനെക്കുറിച്ച് ഞങ്ങൾ ബൂത്ത് തലത്തിൽ പഠിക്കും.
പക്ഷേ ഇവിടെ ചില ആളുകൾ പറയുന്ന പോലെ അയ്യോ ഭരണവിരുദ്ധ വികാരം, കുഴൽനാടൻ കൊണ്ടുവന്ന കേസ് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ട് അത് ഇലക്ഷൻ കഴിഞ്ഞാണല്ലോ. ഇവിടെ പറഞ്ഞ ആഖ്യാനങ്ങൾ ഞാൻ പറയട്ടെ, സത്യസന്ധമായിട്ട് പറയാം. 5 മാസം കുടിശ്ശികയാക്കിയത് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് കുഴപ്പമാണോ? കേന്ദ്ര സർക്കാരിൻ്റെ ദ്രോഹം കൊണ്ടല്ലേ? ഇവിടെ സപ്ലൈകോയിൽ ദ്രോഹം ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ ദ്രോഹമല്ലേ? ബഹുമാനപ്പെട്ട ചാമക്കാല എണ്ണിപ്പറഞ്ഞ പോരായ്മകൾ തന്നെയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ അതുകൂടി ഇല്ലാതെ ഞങ്ങൾ ഭരിക്കത്തില്ലേ? അദ്ദേഹം പറഞ്ഞുകൂടി ഇല്ലാതെ ഞങ്ങൾ ഭരിക്കത്തില്ലേ? അതുണ്ടാകാൻ കാരണം കേന്ദ്രം നടത്തിയ ദ്രോഹമാണ്. അത് BJPയുടെ കടന്നാക്രമണമാണ്. അവിടെ എങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത വിധം കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് പിണറായി വിജയൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതെന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ്? അതിനെതിരായിട്ട് പിണറായി വിജയൻ സമരത്തിന് പോകുന്നു, അതെന്ത് അഡ്ജസ്റ്റ്മെൻ്റാണ്? പിന്നെ മകളുടെ കേസാണെങ്കിൽ മകളുടെ കേസിൽ കേന്ദ്രത്തിന് ഒരു ചുക്കും ചെയ്യാനില്ല, അത് മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി കാശ് വാങ്ങിച്ചതിന് കുഴപ്പമില്ല, ചെന്നിത്തല കാശ് വാങ്ങിച്ചതിന് കുഴപ്പമില്ല. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ അവർ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് ടാക്സ് കൊടുത്തതിന് മാത്രം എന്തോ കുറ്റം എന്ന ആഖ്യാനം ഉണ്ടാക്കിയിട്ട് അത് ആളുകൾക്കിടയിൽ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറെ ചിലവാക്കി കാണും. അതൊക്കെ നാട്ടുകാർ മനസ്സിലാക്കി കളയും. കുഴൽനാടൻ്റെ കേസ് വന്നപ്പോൾ കുറേ പേര് മനസ്സിലായി. ഇപ്പോൾ വിദേശ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കുറേ നാൾ കോലാഹലം ഉണ്ടായിരുന്നു, ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ ഭാഗത്തുള്ള പിശകുകൾ ഞങ്ങൾ തല കുമ്പിട്ട് ജനങ്ങളുടെ മുന്നിൽ ഏറ്റുപറഞ്ഞ് ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തിക്കും. അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തെറ്റുകളും പറ്റാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നല്ല. ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകളും ശരികളും വിലയിരുത്തി നാളത്തെ കേരളം ഒരു പരിപാടി ഞങ്ങൾക്കുണ്ട്, നവകേരളം. ആ നവകേരളത്തിലേക്ക് കേരളത്തെ നയിക്കണേ ഞങ്ങൾക്ക് പരിപാടിയുള്ളൂ. UDFന് പരിപാടിയില്ല. ജ്യോതികുമാർ ചാമക്കാല 2014 CN ജയദേവന് കിട്ടിയതിനേക്കാൾ 50,000-ഓളം വോട്ട് കുറവായിരുന്നു പിന്നീട് രാജാജി മാത്യു തോമസിന് കിട്ടിയത്. അതേ വോട്ട് തന്നെയാണ്, ഏതാണ്ട് ഏറെക്കുറെ അതേ വോട്ട് തന്നെയാണ് സുനിൽകുമാർ ഇത്തവണ പിടിച്ചത്. ഇതേ വോട്ട് പെർസെൻറ്റേജ് ഇപ്പോൾ TN പ്രതാപനെ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ 4,10,000 വോട്ട് ലഭിച്ചിരുന്നിടത്തുനിന്ന് ഏതാണ്ട് നല്ലൊരു പെർസെൻറ്റേജ് വോട്ട് മുരളീധരന് കുറഞ്ഞു. അപ്പം വോട്ട് കുറയുന്ന നമ്പറുണ്ട്. നമ്മളതിൽ 1ാം സ്ഥാനത്താരായിരുന്നു 2ാം സ്ഥാനത്താരായിരുന്നു എന്നുള്ള തർക്കമല്ല. നിങ്ങളുടെ വോട്ടും കുറയുന്നുണ്ട്, അവരുടെ വോട്ടും കുറയുന്നുണ്ട്, അവിടെ BJP കയറുന്നുണ്ട്. ഇത് റിയാലിറ്റിയാണ്. ഇതിനെ നിങ്ങൾക്ക് കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയില്ല. ജ്യോതികുമാർ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ പറഞ്ഞതാണ്, ഇപ്പോഴും മാസപ്പടിയെ ന്യായീകരിക്കുന്ന അനിൽകുമാറാണ്. ഇപ്പോഴും മാസപ്പടിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന അനിൽകുമാറിനെയാണ് നമ്മൾ കാണുന്നത്. യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ LDFന് കഴിയുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോഴും പറയുന്നത്. അനിൽകുമാറിനെ പോലൊരു അഭിഭാഷകൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്താ പറയുന്നത്? മറുപടി ഇപ്പോൾ പറയുന്നില്ല, കാരണം ഇതൊക്കെ ജനങ്ങൾ പാടി കൊടുത്തല്ലോ. എന്നിട്ട് മനസ്സിലാകുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ BJPയുടെ നേതാവ് ചോദിച്ചത് നിർഭാഗ്യകരമായി പോയി. എന്നെ സംബന്ധിച്ച് പിന്നെ സന്തോഷം, ഞാൻ എന്തോ ലഡു തിന്നണോ? BJP തൃശ്ശൂരിൽ ജയിച്ചത് നിർഭാഗ്യകരമായി പോയി, ദൗർഭാഗ്യകരമായി പോയി എന്നേ UDFന്റെ ഒരു പ്രവർത്തകൻ എന്നതിൽ എനിക്ക് പറയാൻ കഴിയൂ. സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ. ദേശീയ തലത്തിലും BJP അധികാരത്തിൽ നിന്ന് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ നിലപാടുകൾ കൊണ്ടാണ്. അതിനെന്താ മറയ്ക്കാനുള്ളത്? ഞങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അപ്പോൾ വസ്തുതാപരമായി സംസാരിക്കാം. പിന്നെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ അനിൽകുമാറെ, നിങ്ങൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ താങ്കൾ പറഞ്ഞ വാചകമാണ്, ഹിന്ദി ഹൃദയഭൂമിൽ BJPയെ തളച്ചു, ഞങ്ങൾ കർഷക സമരം നടത്തി തളച്ചു എന്നൊക്കെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് തള്ളാമോ? നിങ്ങളുടെ ഈ തള്ളല്ലേ ഇതിനെല്ലാം പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, സിക്കർ അജിംസിന് അറിയാമല്ലോ, സിക്കർ നിയോജക മണ്ഡലത്തിലെ അവസ്ഥ എന്താ? സിക്കർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് 4.25 ലക്ഷം വോട്ടും CPMന് 31,000 വോട്ടും ഉണ്ടായിരുന്ന നിയോജക മണ്ഡലമാണ്. കോൺഗ്രസിന് 4.25 ലക്ഷം വോട്ടുണ്ടായിരുന്ന നിയോജക മണ്ഡലത്തിലേക്ക് CPMന് സീറ്റ് കൊടുത്ത് CPMനെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്നിരിക്കെ വന്ന് തള്ളുക. ഞങ്ങൾ കർഷക സമരം നയിച്ചതുകൊണ്ടാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് BJPയെ തള്ളി മാറ്റിയതെന്നൊക്കെ പറയുന്ന നിങ്ങളുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എവിടെയായിരുന്നു അവിടെയൊക്കെ ഇലക്ഷൻ നടന്നപ്പോൾ നമ്മുടെ മുതലാളി പുള്ളി അങ്ങ് മറ്റേ ഇന്തോനേഷ്യയിലായിരുന്നു. അപ്പോൾ അനിൽകുമാർ, ഇപ്പോഴും നിങ്ങളുടെ അന്ധമായ കോൺഗ്രസ് വിരോധം നിങ്ങൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടൂ. BJPയുടെ കടന്നുകയറ്റം നിങ്ങളുടെ മേഖലയിലാണെന്നുള്ള കാര്യം യാഥാർത്ഥ്യം നിങ്ങൾ ബോധ്യപ്പെടും. പറയുമ്പോൾ ഞങ്ങൾ നവോത്ഥാനം നടപ്പിലാക്കാൻ പോകുന്നു, അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണാണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് തൃശ്ശൂരിൽ ഞങ്ങൾക്ക് ബാക്കി 18 സ്ഥലത്തും 19 സ്ഥലത്തും ഞങ്ങൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആലത്തൂരിൽ തുച്ഛമായ പരാജയം ഞങ്ങൾ 3ാം സ്ഥാനത്ത് പോയിട്ടുണ്ട്. അവിടെ വീഴ്ചയുണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിക്കും. അതിനെന്താ പോംവഴിയും നിങ്ങൾ കണ്ടെത്തും. അപ്പോഴും ഞാൻ പറയുന്നു, BJP 2ാം സ്ഥാനത്ത് വന്നുള്ള 8 നിയോജക മണ്ഡലത്തിലും 1ാം സ്ഥാനത്ത് ഞങ്ങൾ തന്നെയാണ്. BJP 1ാം സ്ഥാനത്ത് വന്ന 11 നിയോജകമണ്ഡലത്തിൽ 6 നിയോജകമണ്ഡലത്തിലും 2ാം സ്ഥാനത്ത് ഞങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് എവിടെയാണ് നോക്കൂ, CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ വോട്ടുകൾ ഒലിച്ചു പോയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം
ഇനിയെങ്കിലും ഉൾക്കൊള്ളണ്ടേ? എന്താ ഇവിടെ പിന്നെ BJP-യും CPM-ഉം കൂടെ ചേർത്ത് ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെയെങ്കിലും കോൺഗ്രസിനെയും ജനാധിപത്യ ശക്തികളെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതിന് കിട്ടിയ തിരിച്ചടിയല്ലേ LDF ലഭിച്ചിരിക്കുന്നത്? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, ഇതിന്റെ റിസൾട്ടിനെ കാണുന്നത്. ശരി, തിരുത്തലുകൾ വരുത്തുക തന്നെ ചെയ്യും. ഞങ്ങൾ ആരുടെയും മേക്കിട്ട് കയറാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ ആരുടെ മുമ്പിൽ അഹങ്കാരം കാണിക്കാൻ ഇപ്പോൾ തയ്യാറല്ല. ജനങ്ങളുടെ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. ശ്രീ സോമൻ, അനിൽകുമാർ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്തില്ല, അങ്ങനെയല്ല. വിധിയെ വിധിയായി തന്നെ കാണണം. അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതനുസരിച്ച് തിരുത്തലുകൾ വരുത്തണം. ശ്രീ കെ സോമൻ, ഇവിടെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു ദിനപത്രത്തിന് നൽകിയൊരു അഭിമുഖത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, BJP-ക്ക് അധികാരത്തിൽ വരണമെങ്കിൽ കേരളത്തിൽ ഒരു നിമിഷം. ശ്രീ ജ്യോതികുമാർ, ശരി. ശ്രീ സോമൻ, ഇവിടെ BJP സംസ്ഥാന പ്രസിഡന്റ് ഒരു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങളിൽ മാറ്റം വരാതെ BJP-ക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം BJP നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, നിങ്ങൾ ചില മണ്ഡലങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കുന്നു എന്നുള്ളത് ശരി, 1-2 സ്ഥാനത്തൊക്കെ വരുന്നു എന്നുള്ളത് ശരി. പക്ഷേ കേരളത്തിൽ ഭരണം പിടിക്കാൻ പാകത്തിനുള്ള ഒരു ത്രഷോൾഡ് മറികടക്കാൻ, ഒരു വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ഇനിയുമായിട്ടില്ല. ഈ കഴിഞ്ഞ 15 വർഷവും ഈ ഗ്രാജുവലി ഉണ്ടാകുന്ന വർധന, ഈ കുറിയിലെ വോട്ട് പെർസെൻറ്റേജ് നോക്കുമ്പോൾ അത്ര നിങ്ങളെ സംബന്ധിച്ച് അത്ര ഫാസിനേറ്റിംഗ് അല്ല. അത് അംഗീകരിച്ചൂടെ? ഞാൻ BJP സംസ്ഥാന അധ്യക്ഷന്റെ ആ പരാമർശം യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരാമർശമാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് മറുപടി പറയുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. ഈ കേന്ദ്ര സർക്കാർ വല്ലാണ്ട് സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല, ബാക്കി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് അനിൽകുമാർ പറയുമ്പോ ഇവിടെ നടക്കുന്ന ധൂർത്തിന് പണം കണ്ടെത്തുന്നത് എവിടെയാണ്? പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിച്ച് വാരിക്കൂട്ടുന്ന പണം ഉപയോഗിച്ച് ധൂർത്ത് നടത്തുകയാണ്. ആ ധൂർത്തിൽ പ്രതിഷേധിച്ചുള്ള വോട്ടർമാരാണ് BJP-ക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. പിന്നെ ബഹുമാനീയ ശ്രീ ജ്യോതികുമാർ ആവർത്തിക്കുകയാണ് തൃശ്ശൂരിലെ വിജയത്തെ സംബന്ധിച്ച്. അതിൽ അങ്ങ് പറഞ്ഞോളൂ. ഞാൻ അതിനെ സംബന്ധിച്ച് എനിക്കൊരു മറുപടി ഉള്ളത്, ഈ കുടുംബാധിപത്യത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കുടുംബാധിപത്യത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നരേന്ദ്രമോദി രാജ്യത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, BJP രാജ്യത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ അഭിമാനമായി തന്നെയാണ് കാണുന്നത്. മാറിയിട്ടുണ്ട്. ആ കുടുംബാധിപത്യത്തിനായ പോരാട്ടത്തിൽ ജനങ്ങൾ മാൻഡേറ്റ് തന്നില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. കെ സോമൻ, രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആരാണ്? പോരാടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി രാജ്യത്ത് ജനങ്ങൾ അംഗീകരിച്ചത് നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെയാണ്. ഏറ്റവും വലിയ സഖ്യം ഏതാണ്? ദേശീയ ജനാധിപത്യ സഖ്യമാണ്. അത് അങ്ങ് അംഗീകരിക്കണം. ഞങ്ങൾക്ക് ചില പോരായ്മകൾ ഉത്തരേന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ കൃത്യമായി പരിഹരിക്കുക തന്നെ ചെയ്യും. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം മാറുക തന്നെ ചെയ്യും. ആ മാറ്റത്തിന്റെ സൂചനയാണ് ഈ വോട്ടിന്റെ വർധനവ് എല്ലാ മണ്ഡലങ്ങളിലും എന്നുള്ളത് മനസ്സിലാക്കണം. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം മാറി. ത്രിപുരയിൽ 2 സീറ്റിൽ നിന്ന് ഞങ്ങൾ ഭരണത്തിലെത്തിയതുപോലെ കേരളത്തിലും വരുമെന്നാണ് അങ്ങ് പറയുന്നത്. ശരി, ശ്രീ എൻ പി ചേക്കുട്ടി, ഇവിടെ BJP അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ പോലും നോക്കുക, ഇത് അങ്ങനെ ഒരു ഭരണത്തിലെത്താനുള്ള ഒരു വോട്ട് പെർസെന്റേജ് ത്രഷോൾഡ് കടക്കാൻ BJP കഴിയുമോ? പറ്റില്ല. കാരണം കേരളത്തിലെ സോഷ്യൽ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മൈനോറിറ്റീസ്, കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങൾ, ഇവരാരും യഥാർത്ഥത്തിൽ BJP-യായിട്ട് അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു റിയാലിറ്റിയാണ്. പിന്നോക്ക സമുദായത്തിലാണ് അവർ വോട്ട് വർദ്ധിപ്പിക്കുന്നത്. പിന്നോക്ക സമുദായങ്ങളിൽ യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായിട്ട് പിന്നോക്ക സമുദായങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരു ഒഴുക്കുണ്ട്, അത് ഞാൻ സംഭവിച്ചു. ആ ഒഴുക്ക് തടയാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ട ചുമതലയുള്ളത് ഇടതുപക്ഷത്തിനാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് എല്ലാ കാലത്തും പിന്നോക്ക സമുദായങ്ങളിൽ നിന്നിട്ടുണ്ട്, എല്ലാ കാലത്തും. പക്ഷേ BDJനെ പോലെ ചില ആളുകൾ ഇപ്പോൾ BJP-യുടെ കൂടെ പോയിട്ട്. എന്നിരുന്നാലും കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങൾ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാമൂഹിക വിഭാഗങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഒരു വലിയ പരിധിവരെ BJP-ക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ബ്ലോക്ക് അതിനെ തടയണമെങ്കിൽ CPM അടക്കമുള്ള കക്ഷികൾ ഈ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ കൂടുതൽ ശക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ സംഘർഷാത്മകമായ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് പോകണം. BJP-യെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷനിലേക്ക് CPM പോവാതെ യഥാർത്ഥത്തിൽ ഈ ഒഴുക്ക് തടയാൻ കഴിയില്ല. ആ ഒഴുക്ക് തടഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും സിറ്റുവേഷൻ മാറും. ശരി, വളരെ നന്ദി ശ്രീ എൻ പി ചേക്കുട്ടി, ജ്യോതികുമാർ ചാമക്കല, അനിൽകുമാർ, ശ്രീ കെ സോമൻ, ഇത്രയും സംസ്കാരം.